എന്നെ ബുദ്ധിമുട്ടിക്കാം, എന്റെ ജീവിതം ഇല്ലാതാക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ചേച്ചി കാരണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും അതൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ? എന്തിന്റെ പേരില? നമ്മളെ ചേച്ചി അനീതിയുമാണെന്നുള്ളതുകൊണ്ടാ. പക്ഷേ എന്റെ ഈ ആഗ്രഹം ഇപ്പൊ തള്ളിക്കളയുമ്പോ എനിക്ക് മനസ്സിലായി, ചേച്ചിക്ക് അങ്ങനെയൊന്നും മനസ്സിലില്ലായിരുന്നു. എന്തൊക്കെയാ നീ പറയുന്നേ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒരു ആഗ്രഹം, അത് സിനിമയാ. ഫിദ മാഡം വഴി ശ്യാമ മാഡത്തിന്റെ ഒരു ശുപാർശ കിട്ടിയ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജിൽ എനിക്കൊരു സിനിമ കിട്ടും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ചേച്ചിയെ പോലും. അതല്ല, ഞാൻ പറയുന്നത് നിഷേധിക്കാനാ ഉദ്ദേശമെങ്കിൽ ചേച്ചി പോയിക്കോ. കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും എനിക്കൊരു നേട്ടമില്ലാന്ന് എപ്പോഴെങ്കിലും ഒരു മൂലയിലിരുന്ന് ഞാൻ ആലോചിച്ചോളാം. മോളെ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ മ്യൂസിക് സ്കൂളിന്റെ അന്തരീക്ഷം വളരെ ഒതുങ്ങിയതാ. ആ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അവർക്ക് മുഷിക്കലെന്നും തോന്നരുത്. ഓ ശരി. പിന്നെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരെന്ന് നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചിലപ്പോ ഫിദ മാഡം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നീ പ്രതികരിക്കാനൊന്നും പോകരുത്. നമ്മുടെ അമ്മ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മ സംസാരിക്കുന്ന പോലെ എന്ന് കരുതിയാ മതി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. ഈ ഒരു കാര്യം ഒന്ന് സാധിച്ചു തന്നാലേ ഞാൻ ജീവിതകാലത്ത് എപ്പോഴും ചേച്ചിയോട് നന്ദിയുള്ളവളായിരിക്കും. നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട. നമ്മുടെ തമ്മിൽ എന്തിനാ അത്?